ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ മുടി നല്ല രീതിയിൽ തന്നെ വളർത്തിയെടുക്കാനുള്ള ഒരു ഓയിലാണ് കാണിക്കുന്നത്. ഈ ഒരു ഓയിൽ നമ്മൾ കാച്ചിയെടുക്കുന്നതല്ല കേട്ടോ. നമുക്ക് നമ്മുടെ മുടിയിൽ നല്ല കറുപ്പ് മുടിയും അതുപോലെ തന്നെ നല്ല തിക്കായിട്ട് വളരാനും നല്ല നീളത്തിലുള്ള മുടി വളർത്തിയെടുക്കുക എന്നുള്ളത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നല്ല ഹെയർ ഓയിലൊക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് നോക്കാറുണ്ട്, ഹെയർ പാക്കുകൾ നോക്കാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള നല്ല നൈറ്റിൽ ഹെയർ കെയർ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് നോക്കുക കേട്ടോ. ഒരു മാസത്തിൽ നമുക്ക് നല്ലൊരു വ്യത്യാസം കാണാനായിട്ട് പറ്റും. ഇപ്പം ഞാനിവിടെ തയ്യാറാക്കുന്നത് 2 ദിവസത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളിത് കാച്ചിയെടുക്കാത്തത് കൊണ്ട് നമുക്ക് ഒരുപാട് തയ്യാറാക്കി വെക്കാനായിട്ട് പറ്റില്ല. ഇപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 3 പനിക്കൂർക്കയുടെ ഇല എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പൂവാങ്കുറുനിലയുടെ 2 തണ്ട് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ തണ്ടും ഒരു വലിയ തണ്ടും എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കറിവേപ്പില ഒരു 3-4 തണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ നൈറ്റിൽ ഹെയർ കെയർ ചെയ്യാനുള്ളൊരു ഹെയർ ഓയിൽ തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഒട്ടും വെള്ളമില്ലാതെ എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് കാച്ചിട്ടല്ലല്ലോ എടുക്കുന്നത്, അതുകൊണ്ട് ഇതിൽ വെള്ളം ഒട്ടും പാടില്ല. നന്നായിട്ട് തന്നെ തുടച്ചെടുക്കുക. എന്നിട്ട് നമ്മളിതൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കണം. ചതച്ചെടുക്കുമ്പോൾ നന്നായിട്ട് ഇങ്ങനെ പേസ്റ്റാക്കി ഒന്നും എടുക്കണ്ട, ജസ്റ്റ് കല്ലിലിട്ടിട്ടൊന്ന് ചതച്ചെടുത്താൽ മതി. ഇപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് തന്നെ ചതച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ചതച്ചിടുന്ന പാത്രത്തിൽ ഒട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 2-3 കാര്യം കൂടെ ചേർത്ത് കൊടുക്കാനുണ്ട്. ഇപ്പോൾ ഞാനിതിലേക്ക് നമ്മൾ സാധാരണ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് ആവശ്യത്തിന് ഒരു 3-4 ടീസ്പൂൺ അളവിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 3 ടീസ്പൂൺ അളവിൽ ആൽമണ്ട് ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു ആൽമണ്ട് ഓയിൽ ഇപ്പോൾ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് കുറച്ചൊരു ഡ്രോപ്പായിട്ടാണ് വീഴുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് നിറയാനായിട്ട് കുറച്ച് പണിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചിങ്ങനെ വീഡിയോ ഓഫ് ചെയ്തിട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. 2-3 ടീസ്പൂൺ അളവിലാണ് ആൽമണ്ട് ഓയിൽ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 4 ടീസ്പൂൺ അളവിൽ കോക്കനട്ട് ഓയിലും. ഇതിലേക്ക് ഒരു വൈറ്റമിൻ ഇ ടാബ്ലറ്റും കൂടെ നമുക്ക് പൊട്ടിച്ചൊഴിക്കണം. അതും കൂടെ ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് നമ്മളിത് ഇറക്കി വെച്ചിട്ട് ഡബിൾ ബോയിൽ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ ഒരു ജ്യൂസിൻ്റെ ഒരു നനവ് മാത്രമേ പാടുള്ളൂ കേട്ടോ. പാത്രത്തിലുള്ള വെള്ളം അതുപോലെ തന്നെ കഴുകിയെടുത്തിട്ടുള്ള വെള്ളം ആ ഒരു ഇതിൽ പാടില്ല. നമ്മുടെ ഈ ഒരു പച്ചമരുന്നിൻ്റെ ജ്യൂസ് മാത്രമേ പാടുള്ളൂ. ഈ ഓയിലും കൂടെ കിടന്ന് ആ വെള്ളത്തിലുള്ള ചൂടുകൊണ്ട് നന്നായിട്ട് തന്നെ അത് മിക്സായി വരണം. അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഇളക്കിയെടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ വശം ഒരേ രീതിയിൽ തന്നെ ആക്കാനായിട്ട് നോക്കുക കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ ജ്യൂസ് സെപ്പറേറ്റ് ആയിട്ട് വേറെ കിടക്കും നമ്മളിത് ബോട്ടിലാക്കി വെക്കുമ്പോൾ. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് കേടുവരും. പിന്നെ നമ്മളിത് അധികമൊന്നും തയ്യാറാക്കി വെക്കണ്ട കേട്ടോ. 2 ദിവസത്തിനൊക്കെ വെച്ചാൽ മതി. എന്നിട്ട് നമ്മൾ 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ഇതുപോലെ തയ്യാറാക്കുക. ഇപ്പോൾ നൈറ്റിൽ ഹെയർ കെയർ ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് ഓയിലൊന്നും തലയിൽ അപ്ലൈ ചെയ്യില്ലല്ലോ. കുറച്ച് മാത്രം എടുത്തിട്ടൊന്ന് സ്കാൽപ്പിലൊന്ന് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. അത്രയല്ലേ നമ്മൾ എടുക്കുള്ളൂ. അപ്പോൾ അത്ര മതി. അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. കുറച്ച് മാത്രം എടുത്തിട്ട് സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തൊന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് മുടി അധികം ടൈറ്റില്ലാതെ കെട്ടി വയ്ക്കുക. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഓയിൽ ആ ഒരു പാത്രത്തിൽ നിന്ന് നന്നായിട്ട് തന്നെ ഓയിൽ മാത്രമാക്കി എടുത്തിട്ട് ഞാനൊരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ആവശ്യത്തിന് എടുത്തിട്ട് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യാൻ എത്രയാണ് നമുക്ക് ആവശ്യമുള്ളത് അത് നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിക്കുക. എന്നിട്ട് സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. നിങ്ങൾ എങ്ങനെയാണോ ഓയിൽ നൈറ്റിൽ ചെയ്യാറുള്ളത് അതേപോലെ തന്നെയാണ് ഈ ഒരു ഹെയർ ഓയിലും ചെയ്യേണ്ടത് കേട്ടോ. നന്നായിട്ട് തന്നെ നെറ്റ് കയറിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാനായിട്ട് വളരെ നല്ലതാണ്. പനിക്കൂർക്കയുടെ ഇലയും കറിവേപ്പിലയുടെ ഇലയും അതുപോലെ തന്നെ പൂവാങ്കുറുനിലയാണ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് മുടി വളർത്തിയെടുക്കാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണിത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം.